ഹലോ ഗൈസ്. അപ്പൊ നമ്മ പുതിയൊരു ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. ചലഞ്ച് എന്താണെന്നറിയോ? ചോപ്സ്റ്റിക് ചലഞ്ച്. അപ്പൊ ഈ ചോപ്സ്റ്റിക്ക് അറിയാലോ, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ചൈനക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം എന്ത് സാധനമായത്? സ്പൂണിന് പകരം അവർ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇനി നമ്മൾ ഉപയോഗിച്ച് കാണിച്ചു തരും ഇത് എങ്ങനെയാണെന്ന്. അപ്പോ 4 ഫുഡ് നമ്മൾ ഇവിടെ വെക്കും. ഓക്കെ, ആ 4 ഫുഡില് നമ്മൾ ഒറ്റ കൈ വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫുഡ് നമ്മൾ ഈ ഒരു ചോപ്സ്റ്റിക്ക് വെച്ച് എടുത്തിട്ട് കഴിക്കണം. സിമ്പിൾ ആണെന്ന് പറയാനായിട്ട് സുഖമാണ്. ഇത് പിടിക്കാനായിട്ട് അങ്ങനെ എനിക്ക് വശമില്ല, ഇവർക്കും വശമില്ല. ഇതിനൊരു നേക്ക് ഉണ്ട് ശരിക്കും, അത് നമുക്കറിയില്ല കൂടുതൽ, അത് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കാണ് അറിയുന്നത്. പെട്ടെന്ന് പറഞ്ഞ ചലഞ്ച് ആയതുകൊണ്ട് യൂട്യൂബിലാണെങ്കിൽ നോക്കാനും പറ്റിയില്ല. അതെ, യൂട്യൂബിൽ നോക്കിയാൽ പിന്നെ ഒരു വശം കിട്ടിയത്, ഇത് പൊട്ടും വശമില്ലാത്ത അവസ്ഥയായി. എങ്ങനെ പിടിക്കാനുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ടെക്നിക്ക് ഒക്കെ ഉണ്ട്, ടെക്നിക്ക് ചെയ്യാറുണ്ട്, പറയുമില്ല. നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം. അപ്പൊ നമ്മുടെ പോപ്കോൺ ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ പോപ്കോൺ തിന്നും. 2 മിനിറ്റ് ആണ് സമയം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് ആരാണോ നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3. ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ ആണ്. ഇത് വശല്ലേ ഇതെല്ലാം പുറത്തോട്ട് ആളാണെന്നുണ്ട്. പുറത്തോട്ടില്ലേ? സീനാട്ട് കിട്ടുന്നില്ല. ആദ്യമൊക്കെ കിട്ടിയിരുന്ന വെച്ചാൽ ഇപ്പൊ കിട്ടുള്ള ശരിക്കും പറഞ്ഞ. എല്ലാരും നല്ല കോൺസെൻട്രേഷൻ അല്ലാണല്ലോ. അതെ, ഇതിനെന്തോ സമയം ഉണ്ടെന്ന്, ഇതിന്റെ സമയം വന്നെങ്കിൽ ഇത് കിട്ടില്ല. ഇത് വശല്ലേ സ്പൂണായിരുന്നു പെട്ടെന്ന് തീർത്തന്നേനെ. അതിപ്പോ ഞങ്ങളും തിന്നേനെ. ഇത് വെച്ചായിരുന്നു ഇപ്പൊ പിടിക്കാൻ പറ്റില്ല. സത്യം പറയാ നല്ല കയ്യനുണ്ട്. കൈ വെച്ച് പിടിക്കാൻ കൊള്ളൂല്ലേ? ഇങ്ങനെയൊക്കെ കഴിക്കാട്ടോ നമുക്ക്. കാണാ ഇതൊക്കെ പെറുക്കിയിടണ്ടേ? അതൊക്കെ പെറുക്കിട്ടെ എന്നിട്ട് ചിന്തിക്കും. സത്യം പറയാലോ, നല്ല നീറ്റായിട്ട് നല്ല സുഖസുന്ദരമായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് എന്റെ ഇത്രയുണ്ട്, ബാക്കി ഇത് ഇത്രയുണ്ട്, ഏകദേശം കഴിയാറായി. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ പറ്റിയിരുന്ന വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പറ്റിയെന്ന് വെച്ചാൽ, പക്ഷെ അറ്റത്തെത്തിയപ്പോ ഉള്ളിലെത്തിയപ്പോ ഞാൻ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ അതല്ല, ട്രൈ ചെയ്ത് നോക്കിയപ്പോ സാധനം ചോപ്സ്റ്റിക്കില് വന്നിട്ടുണ്ടായിരുന്നു. കാര്യത്തോടടുത്തപ്പോ ഇതങ്ങോട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് കഴിക്കണുണ്ടായിരുന്നു. താഴെ പോകുന്നൊക്കെ ഞാൻ ചൈനയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റൂല, കഴിക്കാനൊക്കെ പറ്റൂല. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല വേദന, പക്ഷെ കൊള്ളാം. അപ്പൊ ഇതിലാരാണ് ജയിക്കുന്നത്, ജയിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. നമ്മുടെ പോപ്കോൺ കഴിഞ്ഞ് ഇനി വരുന്നതാണ് അതൊരു പ്രാവശ്യം പറഞ്ഞതല്ലേ. ചിപ്പാണ് ജയിച്ചത്, പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കാണാം തക്കാളിയാണ്. കുറച്ച് ടാസ്ക് ആണ്. വേറെ ഒന്നല്ല, പോപ്കോൺ കുറെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോന്നെങ്കിലും നമുക്ക് തിന്നാം. ഇത് ആകപ്പാട് ഈ ഒരൊറ്റ സാധനമാണ്. അത് വെയിറ്റ് താങ്ങൂല. നമുക്ക് നോക്കാം എങ്ങനെ തെന്നിപ്പോകുന്ന ഒരു സംശയമുണ്ട്. അതിനാണല്ലോ ഈ ചലഞ്ച് വെച്ചത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതെന്താണ് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലട്ടാ. അത് ഫൗളാട്ടാ. ഇങ്ങനെ പിടിച്ചിട്ട് വേണം കഴിക്കാൻ.
ഈ ചൈനക്കാര് തക്കാളിയൊന്നും അല്ല ഇങ്ങനെ കുത്തി കഴിക്കുന്നേ. ഇവരെന്താണ് പോയി കാക്ക ട്രിക്കൊന്ന് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു ചിപ്പൂര് കിട്ടിയോ? ഞാൻ പിടിച്ചിരിക്കാണ്. അടുത്ത് കടിച്ചെടുക്ക്. എന്നിട്ട് കഴിക്കൂ. ഇനി കിട്ടൂട്ടാ. ഇനി സിമ്പിൾ സിമ്പിൾ കിട്ടിയതാ. കിട്ടോ? എനിക്ക് കിട്ടിയതാണ്. അതൊരു വായിൽ വെച്ചപ്പോഴത്തേക്കും തെന്നിപ്പോയി. ഇനി പിടിക്കാൻ പറ്റൂട്ടാ. സിമ്പിളാണ്. സിമ്പിൾ ആൻഡ് ഹൊറിബിൾ. ഞാൻ രാജിവെച്ചു. ഇത് കിട്ടുന്നില്ല. എനിക്ക് തക്കാളി കിട്ടി, പക്ഷെ എനിക്ക് ഇഷ്ടല്ല. സീരിയസ്ലി എനിക്ക് കിട്ടുന്നില്ല. എന്റെ കയ്യിലിരിക്കുകയാണ്. വേണ്ട, തീർത്ത് സിമ്പിൾ ആയിട്ട് തീർത്ത് ഞാൻ. എനിക്ക് കിട്ടല്ല. എനിക്ക് കിട്ടിയതാണ്, പക്ഷെ വായിൽ വെക്കാൻ വായിൽ വെച്ചിട്ട് സ്ലിപ്പായി പോയി. വെയിറ്റ് ഇങ്ങനെ താഴേന്ന് എടുക്കുക, അപ്പൊ കിട്ടും. ഇങ്ങനെ അത് തന്നെ. അടുത്ത വായിലോട്ട് ഇടും. എന്തായാലും ഇനി കടിച്ചിട്ട് കാര്യമില്ല, കഴിക്കണ്ട. തോറ്റ് ഞാൻ ജയിച്ചിരിക്കുകയാണ്. അതെ, തക്കാളിയുടെ ഒരു ഇത് കഴിഞ്ഞു. നല്ല രീതിയിൽ ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഞാൻ ജയിച്ചു. ഞാൻ തോറ്റു കൊടുത്തു, കാരണം എനിക്ക് തക്കാളി ഇഷ്ടമല്ല. ഇല്ലേ കാക്ക കറക്റ്റ് ആയിട്ടാണ് കഴിച്ചേ. മൊത്തം ഡൈപ്പാണ്. അടുത്തതാണ് നമ്മുടെ കുക്കീസ് ആണ്. അതെ, സൂപ്പർ സാധനമാണ്. ഇത് ഹോം മെയ്ഡ് കുക്കീസ് ആണ്. പ്രത്യേക പ്രൊമോഷൻ ആണ്. എന്റെ ഉമ്മിച്ച് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് കുക്കീസ് ആണ്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടാ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഞാൻ പറയില്ല. നമുക്കിത് തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. വീഡിയോ എടുക്കണതിന് മുമ്പ് എനിക്ക് കിട്ടും. ഇത് സിമ്പിളാണ്. സോ സിമ്പിൾ. ഇത് സിമ്പിളാണ്. എന്ന് തീരോ? ഞാൻ തിന്നണ. ഓ ഗൈസ്, കിട്ടി. ഇനി അത് പൊടിഞ്ഞു വിട്ടിട്ട് ഞാൻ അതൊക്കെ തിന്നൂന്നാണ്. ഓ, ഇത് ഒറ്റടിക്ക് തിന്ന് തീർക്കാൻ പാടുള്ളത്, മനസ്സിലായോ? ഇനി പൊടി ഞാൻ അങ്ങനെ എടുക്കും. ഞാൻ പഠിച്ചേട്ടാ ശരിക്കും പറഞ്ഞ. ഞാൻ നല്ല കറക്റ്റ് ആയിട്ടാണ് കളിക്കണം. വിലപ്പറ്റു ഡൈപ്പൊന്നും ഞാൻ കാണിക്കണം. അതാണ് എനിക്ക് കിട്ടാത്തത്. ഞാനും ഡൈപ്പൊന്നും കാണിച്ചു. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിക്കണം. കഴിച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിക്കണം. ഇവിടെ മല്ല ഇവിടെ തീർന്നിട്ടുള്ളത് പൊടി ഉണ്ടല്ലോ, അത് മതി. ഞങ്ങള് കഴിഞ്ഞിരിക്കണം. കുറച്ചും കൂടി ബാക്കിയുണ്ട്. എന്റെ വായ ഫുൾ തീർന്നു. ടൈം ഇനി ബാക്കി കിടക്കണുണ്ട്. പക്ഷെ എല്ലാരും ഇത് എന്തായാലും കഴിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഫസ്റ്റ് കഴിച്ച് തീർത്തത് നമ്മളെ ചിപ്പുവാണ്. ശരിക്കും പറഞ്ഞാൽ ഓ ഭയങ്കര. നമുക്ക് നോക്കാം, അടുത്തേക്ക് നോക്കാം. ചൈനക്കാര് പോലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. അവരാകെ നൂഡിൽസ് മാത്രം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മളിപ്പോ 3 വെറൈറ്റി കഴിഞ്ഞു. 4ാമത്തെ വെറൈറ്റി പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ടഫ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ തന്നത്. അത് ഓൾറെഡി കണ്ടല്ലോ ഓരോരുത്തർ എന്താണ് കിടന്ന് കാണിച്ചു കുട്ടിയെന്നൊക്കെ. ചിലവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം ഉണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം തീർത്തു കൊടുക്കണോട്ടെ. ഇക്കാക്കാണെങ്കിലും തീർത്തോട്ടാ. അപ്പൊ ഉത്സവത്തിനൊക്കെ കിട്ടണ നമ്മളെ പൊരി ആ സാധനമാണ് ഇപ്പൊ വെച്ചേക്കണത്. സാധാ 3 ചെയ്ത പോലെ അല്ല, ഇത് ഇച്ചിരി പാടായിരിക്കും. കാരണം ഇത് ഇത്രയും ചെറിയ സാധനമൊക്കെ എടുക്കലൊക്കെ ഇത്തിരി ടാസ്ക് ആണ്. ഇത് ലാസ്റ്റ് ആട്ടോ. അതെ, ഇത് കഴിഞ്ഞാൽ തീർന്ന്. ഇത് ലാസ്റ്റ് ഫുഡാണ് നമ്മളെ. കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ്. യെസ്, നമുക്കപ്പോ തുടങ്ങാം. റെഡി 1 2
3 സ്റ്റാർട്ട്. എനിക്ക് കിട്ടണ്ടട്ടാ, എനിക്ക് കിട്ടുള്ള കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കണേ ശരിക്കും പറഞ്ഞ. ഈ പൊരി ഒട്ടിപ്പിടിക്കണ അറിയാം, ഒരെണ്ണായിട്ട് കിട്ടണുള്ളൂ. കിട്ടണില്ല കേട്ടോ. സിമ്പിളാണ് ഇത്. നമുക്ക് ഓരോന്ന് വെച്ച് എങ്ങനെ തീർക്കണോന്ന് കാണിച്ചു തരാം. എനിക്ക് ഒട്ടിക്കിട്ടണം കുഴപ്പമില്ല. അയ്യോ ഇത് ചെറിയ സാധനം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇത് കണ്ട, 2 എണ്ണമൊക്കെയാണ് കിട്ടുന്നത്, അതും പോയി. എന്താണ് കപ്പറുകേ തിരിഞ്ഞിരിഞ്ഞളിക്കണ്. ഞാനൊന്നും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇതിൽ ഒരെണ്ണമാണെങ്കിലും അതും ഭയങ്കര മൂല്യമാണ്. എന്ത് അമൂല്യ പൊടിയാണാ? അല്ല, കിട്ടത്തില്ല. അതുകൊണ്ട് ഒരെണ്ണം കിട്ടിയാലും തിന്നോളാം. നല്ല ടേസ്റ്റ്. എനിക്കിപ്പോ കിട്ടാ ടൈം സ്റ്റോപ്പ്. ഓക്കെ, ടൈം തീർന്നിരിക്കാണ് ഗൈസ്. അപ്പൊ ഇതില് ഒരു സൈഡ് മൊത്തം അത് നിർത്ത്. അതിപ്പോ അങ്ങാട് നീക്കി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഒരു സൈഡ്. നിങ്ങൾ പറയൂ ഗൈസ്, ഇത് കണ്ട, ഇത് കണ്ട. അയ്യോ എവിടെ അതിലോക്ക് ചിപ്പാണ് ചേച്ചി. ഇന്നത്തെ അല്ലേ ഒരു വെറൈറ്റി, ഒരു നല്ലൊരു ചലഞ്ച് ആയിരുന്നു. അതെ, ഇപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കൊറേ തിന്നിട്ടുണ്ട്. അതെ, ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് ബാക്കിൽ കളിയില് ഭയങ്കര ഉടായ്പാണ്. ഉടായ്പിന്റെ ഉസ്താദാണ്. സെക്കൻഡ് ഉടായ്പ ചിപ്പൂനാണ്. അതെ. അപ്പൊ എന്തായാലും ചിപ്പു ജയിച്ച്. ചിപ്പുന് വേണമെങ്കിൽ ഇപ്പൊ ഒരു മൊത്തം എടുത്തോ, ഞാനും തന്നേക്കാം. എന്റെ ഒരു ഗിഫ്റ്റ് അതിൽ തന്നെ പിടിച്ച് തിന്നോട്ടാ. അപ്പൊ ചിപ്പ് ജയിച്ചിരിക്കുന്നത് പൊരിയാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. തക്കാളി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലേ? വെറൈറ്റി നൂഡിൽസിന് പകരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ചലഞ്ച് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അതുവരെ ബൈ.